താറാവ് കറി വയ്ക്കാനാണ് ഞാൻ താറാവെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കൊച്ചുള്ളിയും സവാളയും കൂടെ അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു. പിന്നെ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. താറാവ് കറി വെക്കാനാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്, ചതച്ചിടുന്നത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഏറ്റവും ഒടുവിലേ കടുക് വറുക്കത്തുള്ളൂ. ഇത് ഇറക്കാൻ നേരം കടുക് വറുക്കും. അങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കൊച്ചുള്ളിയും സവാളയും കൂടെ അരിഞ്ഞതാ. കൊച്ചുള്ളിയാണ് കൂടുതൽ. വേണമെങ്കിൽ പിന്നെ സവാള വഴറ്റിയൊക്കെ ചേർക്കാം. പക്ഷേങ്കിൽ ഞാനിങ്ങനെ വെക്കുന്നത് ഇതാ ടേസ്റ്റ്. പിന്നെ വഴറ്റിയൊക്കെ ചേർക്കുമ്പോൾ ആ സവാള അങ്ങനെ നല്ലപോലെ വഴലത്തൊന്നുമില്ല. ഇതാകുമ്പോൾ ഇതിനകത്ത് കിടന്ന് നല്ലപോലെ വെന്ത് വേവും. ഇറച്ചിക്കകത്ത് നല്ലപോലെ പിടിക്കും. താറാവ് കറിക്കകത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഇപ്പം ഞാൻ കുറച്ചിടുക, കുറവാണെങ്കിൽ പിന്നെ ചേർക്കാം. പിന്നെ മസാല, ഗരം മസാലയാണ്. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കുക. ഇളക്കി കൊടുക്കുക. മുളക് പൊടിക്കകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഞാൻ മൂപ്പിച്ചതാണ്, വറുത്തെടുത്തതാണ്. അതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നിച്ച് വറുത്തെടുത്തതാണ്. മല്ലിപ്പൊടി കുറച്ച് മൂത്ത് കഴിയുമ്പം മുളക് പൊടിയിലിട്ടങ്ങ് മൂപ്പിക്കും. പിന്നെ ഉലുവാപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഇളക്കി കൊടുക്കുക. ഈ താറാവ് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇടുവാണേ. ഇച്ചിരി ഏറെ കുരുമുളക് പൊടി ഇട്ട് എരിയൊക്കെ കിട്ടും. കുരുമുളക് പൊടി ഇട്ട് ഒരു ശകലം അരപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുക. ശകലേ ഒഴിക്കുന്നുള്ളൂ, ഇതിനകത്ത് വെള്ളം കാണും. മേപ്പോട്ട് തൂവാതിരിക്കാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അടച്ചു വെച്ച് വേവിക്കുക. ഒരു 3 വിസിൽ മതി. കടുക് വറുക്കാനാണ്. കടുക് വറുക്കാൻ എണ്ണ ഒഴിച്ചു. കടുകിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കറിവേപ്പില ഇട്ട് ഞാൻ ശകലം സവാളയുടെ ഇതുകൂടെ വഴറ്റി ചേർക്കുക. കടുക് വറുത്ത് ചേർത്ത് താറാവ് കറി റെഡി.